ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിപ്പം ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്. തൊടുപുഴയാണ്. അപ്പോൾ ഒരു ഹോട്ടലിൽ ഇങ്ങനെ കയറിയിരിക്കുക. നല്ല ആംബിയൻസ് കാണിച്ചിട്ടും കേട്ടോ, നൈസ്. എനിക്ക് ആംബിയൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു സംഗതി ഉണ്ട്, വരുന്നുണ്ട്, അതിനെക്കുറിച്ച് അപ്ഡേറ്റ് പറയണം എന്നൊക്കെ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വാ പറഞ്ഞുതരാം. ഫ്ലാഷ് ബാക്ക്. കറക്റ്റ് ഒരു 3 വർഷം മുമ്പ് ഏപ്രിൽ 23, 2023 10-ാം ഉദയത്തിൽ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ കല്ലിടിയിൽ ചടങ്ങായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ 3ാമത്തെ വീടാണ്. അഭിമാനത്തോടെ പറയാം, ലൈഫിൽ എന്തൊക്കെ ടൈപ്പ് സിറ്റുവേഷൻസ് വന്നിട്ടും തോറ്റു പോകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് എൻ്റെ. അങ്ങനെ ഐശ്വര്യമായി വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് കട്ടള വെപ്പാണ്. അതും ഭംഗിയായി നടന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ നിന്ന് വന്ന കോലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അനിയത്തി ബാംഗ്ലൂരിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിലൊന്നും കൂടാൻ അവൾക്ക് പറ്റിയില്ല. ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആർക്കിടെക്ട്. എൻ്റെ അച്ഛൻ തന്നെയാണ് ഓൾ ഇൻ ഓൾ. അച്ഛൻ്റെ പണി ഇതായതുകൊണ്ട് തന്നെ എല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഈസിയായി നോക്കിയും കണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 5 സെന്റിൽ ഞങ്ങൾ പടുതുയർത്തുന്ന മറ്റൊരു സ്വപ്നത്തിന്റെ തുടക്കം. ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം ഒരു ഫോമായി. ആദ്യമായി വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. എത്രയും വേഗം വീട് പണി തീർത്തൊന്ന് മാറിയാൽ മതി എന്നുള്ള ചിന്തയായി. ശരിക്കും അച്ഛൻ വയ്യാതായ പിന്നെ ഇപ്പോഴാണ് കറക്റ്റ് ഒന്ന് ആക്റ്റീവ് ആയത്. ഇതൊരു ചെറിയ ടാസ്ക് ആയിരുന്നു. സ്റ്റെപ്പിൻ്റെ പണി കഴിയാത്തതുകൊണ്ട് ഏണി കയറാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മായമ്മ എന്ന എൻ്റെ മൂവിയുടെ ഷൂട്ട് ഒരു 40 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്കയും കഴിഞ്ഞിരുന്നു. സോ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻസ്പെക്ഷൻ ഡ്യൂട്ടി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ശരിക്കും സന്തോഷത്തെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ഫസ്റ്റ് ഫ്ലോർ കയറി എല്ലാം മുക്കും മൂലം അരിച്ചു പെറുക്കി കണ്ടത്. കാത്ത് സ്റ്റെപ്പിന്റെ പണി കഴിഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും ഫസ്റ്റ് ഫ്ലോർ കയറി ഒന്ന് കാണാൻ പറ്റിയത്. അച്ഛന് ശരിക്കും നേരിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടപ്പോഴാണ് ഒന്നുകൂടെ സമാധാനമായത്. അങ്ങനെ ഏപ്രിൽ 2024 വരെ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ വീട് പണി പോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചില സാമ്പത്തിക തടസ്സങ്ങളാൽ വീട് പണി ഒന്ന് നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഈ വർഷം ജനുവരി 2026 വീണ്ടും വീട് പണി റീസ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതായിരുന്നു വീടിൻ്റെ അവസ്ഥ. ബട്ട് സംഭവിക്കുന്നതെല്ലാം നല്ലത് എന്ന ഒറ്റ കാര്യം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് എല്ലാം കണ്ടിന്യൂ ചെയ്തു. ആക്ച്വലി ഞാൻ കുറേ വീഡിയോസ് ലാൻഡ്സ്കേപ്പ് മോഡിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊന്നും ഇല്ല, അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടി മാത്രമേ ഇങ്ങനെ എടുക്കുമെന്നൊന്നുമില്ല. കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചു. അതുകൊണ്ടാണ് മിക്ക ഷോർട്സും ഇങ്ങനെ പോർട്രേറ്റ് റീൽസ് ഫോർമാറ്റിൽ പോയേക്കുന്നത്. സോ ഐ എം റിയലി സോറി ഫോർ യുവർ വീഡിയോ എക്സ്പീരിയൻസ്. അച്ഛൻ വരച്ച ഡിസൈൻ റിയാലിറ്റിയിൽ കണ്ടപ്പോൾ ഉറപ്പായി ഇത് കലക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ 23, 2026. വീണ്ടും ഒരു 10-ാം ഉദയത്തിൻ്റെ അതേ ദിവസത്തിൽ സന്തോഷത്തോടെ പറയുന്നു, മേടമാസം കഴിയുന്നതിന് മുമ്പ് പുതിയ വീട്ടിലോട്ട് ഗൃഹപ്രവേശം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫിനിഷിംഗ് പണികളാണ് നടക്കുന്നത്. സൈഡിലൂടെ ഞങ്ങൾ ക്ലീനിങ് പരിപാടികളെല്ലാം ചെയ്തു തുടങ്ങി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേ നിധി പോലെ സൂക്ഷിച്ച ഒരു കവർ കണ്ടുപിടിച്ചത്. ഇതെടുത്ത് കളയണം ചുമ്മാ. പിന്നെ ഗ്രേപ്സ്, പച്ചക്കറി. എത്ര വയസ്സിൽ മേടിച്ചത്? It's inside your room, okay? എന്ത് ചെയ്യാനെന്ന് പറ. ശരിക്കും പറഞ്ഞ അച്ഛൻ്റെ സെയിം പണി, ഈ ആർക്കിടെക്ചറൽ ഡിസൈനിങ് പഠിക്കണം എന്നായിരുന്നു കുഞ്ഞിലെ എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഏറെക്കുറെ ഡിസിഷൻസും ഈ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഈ വീട്ടിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷനും കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിന്നേക്കുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, നമ്മൾ ഇങ്ങനെയാണ് പരിപാടി ചെയ്യുന്നത്. താഴെ നോക്കിയാൽ ഒന്നും കാണത്തില്ല. എനിക്ക് സെൻഡ് ചെയ്യണേ.
ഞാൻ ചിലപ്പം മറന്നു പോകും. അപ്പോൾ മെയ്യിൽ ഗൃഹപ്രവേശം കാണും. പ്രതീക്ഷയെക്കാട്ടിലും നമ്മൾ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 3 വർഷത്തെ സ്ട്രഗിളിന് ശേഷം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ വീട് പണി. വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാം ഒട്ടപ്പാച്ചിൽ ഫിനിഷിംഗ് ആണ് നടക്കുന്നത് ഇപ്പം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ 3 വർഷത്തെ കൺസ്ട്രക്ഷൻ ജേർണി. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.